എന്തായാലും ഞാൻ ഉറങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ആ സമയത്തൊക്കെ. ഈ രാത്രിയും പകലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അതെ, ഈ വർക്കുള്ളതുകൊണ്ടാണ് ഈ കാറിൻ്റെ ഇത്തിരുന്ന് ഉറങ്ങുന്നത്. എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഫ്രഷ് ആവും. വീണ്ടും ഫ്രഷ്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കോമ്പൻസേഷൻ അവിടെയാണ്, കാറിനകത്തിരുന്നിട്ട്. ഈ ഏകദേശം എത്ര നേരം ഉറങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ആ സമയത്ത്? ഇപ്പോൾ വേരി ചെയ്യുമായിരുന്നു. ഇപ്പം അവസാനം 2011 100 ഡേയ്സിൻ്റെ ഒരു അതെ ഇത് വന്നല്ലോ, ജനസമ്പർക്കം. ജനസമ്പർക്കമല്ല, 100 ഡേയ്സിൻ്റെ ഒരു അദ്ദേഹം 100 ദിന പരിപാടികളാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കാനുള്ള പോക്കായിരുന്നു. ആ 100 ദിവസത്തിനുള്ളിൽ പുള്ളി രാജി കാൽക്കുലേറ്റ് ചെയ്തു. എന്താ ഞാൻ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം തീരുമാനിച്ചുറച്ചിരുന്നു രാജിവെക്കും. അപ്പോൾ ആ 100 ദിവസം അതിനനുസരിച്ചുള്ള വർക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. 3 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അന്ന് ഫങ്ഷൻ ചെയ്തത്. എന്തായിരുന്നു രാജിയെക്കുറിച്ച് എന്നാലോചിക്കാൻ? അത് ഞാനത് കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല, അത് അടുത്തൊരു വിഭാഗത്തിലേക്ക് പോകും. അതാ പിന്നെ രാജി വേണമെന്നൊക്കെ കാര്യമല്ല. അല്ല, അത് പബ്ലിക്കായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്.